സിനിമയിൽ ഒരിടം കണ്ടെത്തുക, ആരാധകരുടെ മനസ്സിൽ എന്നേക്കുമായി സ്ഥാനം നേടുക എന്നതൊക്കെ എല്ലാ അഭിനേതാക്കളുടെയും ആഗ്രഹമാണ്. എന്നാൽ ചിലർക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വർഷങ്ങൾ വേണ്ടിവരും. പക്ഷെ ചിലർക്കാകട്ടെ ഒരു സിനിമ കൊണ്ട് തന്നെ ആ നേട്ടം സ്വന്തമാക്കാൻ സാധിക്കും. ഒരൊറ്റ സിനിമയിലൂടെ തന്നെ താരമായി മാറിയവർ നിരവധി പേരുണ്ട്. അങ്ങനെ ഒരു സിനിമയിലൂടെ മാത്രം മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് കാഞ്ചൻ. മോഹൻലാൽ നായകനായ ഗാന്ധർവത്തിലൂടെയാണ് കാഞ്ചൻ മലയാളത്തിലെത്തുന്നത്. ഈ ചിത്രം വൻ വിജയമായി മാറുകയും ചെയ്തിരുന്നു. ചിത്രത്തിലെ മോഹൻലാൽ കാഞ്ചൻ ജോഡിയും ഹിറ്റായി മാറി. എന്നാൽ ഇന്ന് കാഞ്ചൻ എവിടെയെന്ന് പോലും ആർക്കും അറിയില്ലെന്നാണ് സത്യം. 90കളിലെ നിറസാന്നിധ്യമായിരുന്നു കാഞ്ചൻ. ഹിന്ദിയിലും തെലുങ്കിലുമെല്ലാം സാന്നിധ്യം അറിയിച്ച ശേഷമാണ് കാഞ്ചൻ മലയാളത്തിലേക്ക് എത്തുന്നത്. കരീഷ്മ കപൂറും ഗോവിന്ദയും ഒരുമിച്ച സൂപ്പർ ഹിറ്റ് ചിത്രം കൂലി നമ്പർ 1 കാഞ്ചൻ ശ്രദ്ധ നേടുന്നത്. 1995 ഈ സിനിമ പുറത്തിറങ്ങിയത്. ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമായി മാറുകയും ബോളിവുഡിലെ എക്കാലത്തെയും ജനപ്രിയ ചിത്രങ്ങളിൽ ഒന്നാവുകയും ചെയ്തു. ചിത്രത്തിൽ കരീഷ്മയുടെ സഹോദരിയുടെ വേഷത്തിലാണ് കാഞ്ചൻ അഭിനയിച്ചത്. ചിത്രത്തിലെ പ്രകടനം കയ്യടി നേടുകയും ചെയ്തിരുന്നു. പിന്നീട് അക്ഷയ് കുമാർ, സൽമാൻ ഖാൻ തുടങ്ങിയവർക്കൊപ്പവും കാഞ്ചൻ അഭിനയിച്ചിരുന്നു. എന്നാൽ ബോളിവുഡിൽ പ്രതീക്ഷിച്ചൊരു ഇടം കണ്ടെത്താൻ കാഞ്ചന് സാധിച്ചില്ല. നല്ല വേഷങ്ങളും തേടിയെത്തിയില്ല. റിപ്പോർട്ടുകൾ പറയുന്നത് ശ്രീദേവിയുടെയും കരീഷ്മയുടെയും വളർച്ചയാണ് കാഞ്ചൻ്റെ കരിയറിനെ ബാധിച്ചത് എന്നാണ്. അക്കാലത്ത് ബോളിവുഡ് തേടിയിരുന്നത് ബോൾഡ് നായികമാരെയായിരുന്നു. കാഞ്ചനെ പോലെ സിമ്പിളായ നായികയ്ക്ക് ബോളിവുഡിൽ ഇതോടെ സ്ഥാനമില്ലാതായി. തൻ്റെ കരിയർ പ്രതീക്ഷിച്ചതുപോലെ ഉയരാതെ വന്നതോടെയാണ് കാഞ്ചൻ തെന്നിന്ത്യൻ സിനിമകളിലേക്ക് ചേക്കേറാൻ ശ്രമിക്കുന്നത്. അങ്ങനെയിരിക്കെയാണ് മോഹൻലാലിൻ്റെ നായികയായി മലയാളത്തിലെത്തുന്നത്. വലിയ വിജയമായി മാറുകയും ചെയ്തു. തുടർന്ന് പ്രേമപുസ്തകം, ലക്കി ചാൻസ് തുടങ്ങിയ തെന്നിന്ത്യൻ സിനിമകളിലും കാഞ്ചൻ അഭിനയിച്ചിരുന്നു. എന്നാൽ പ്രതീക്ഷിച്ച വിജയം നേടാൻ കാഞ്ചന് സാധിച്ചില്ല. ഇതോടെ താരം അഭിനയത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു. ഇന്ന് സിനിമയുടെ സകല വെള്ളി വെളിച്ചത്തിൽ നിന്നും അകന്നു നിൽക്കുകയാണ് കാഞ്ചൻ. സോഷ്യൽ മീഡിയയിലും താരത്തിൻ്റെ സാന്നിധ്യമില്ല. കാഞ്ചൻ എവിടെയാണോ എന്ത് ചെയ്യുകയാണെന്നോ അറിയില്ല. അതേസമയം ഗാന്ധർവം കാണുമ്പോഴെല്ലാം ഈ നടി ഇന്ന് എവിടെയാണെന്ന് ആരാധകർ ചോദിക്കുന്നുണ്ടാവും.